ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. പേജ് നമ്പർ 100 വരെ ആണ് ചെയ്തത്. അതായത് പഞ്ചമി വിഭക്തിയിൽ പഞ്ചമി ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെ പറഞ്ഞു അല്ലേ. അതിന് കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ ഞാൻ തരാം. അപ്പം നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാക്കാനും അത് എങ്ങനെയൊക്കെ ചെയ്യാനും. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. അകാരാന്ത പുല്ലിംഗ ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്ക് ഉദാഹരണം ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? അകാരാന്ത മനുഷ്യ, മനുഷ്യാത്, മനുഷ്യാഭ്യാം, മനുഷ്യേഭ്യ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുപോലെ അകാരാന്ത പുല്ലിംഗത്തിൽ വേറെ നോക്കിക്കോളൂ. അശ്വഹ എന്നാണെങ്കിൽ അശ്വഹ, അശ്വഹ എങ്ങനെ വരും? അശ്വാത്ത്, അശ്വാത്ത്, അശ്വാഭ്യാം, അശ്വേഭ്യഃ, അശ്വേഭ്യഃ ഇങ്ങനെയാണ് വരുന്നത്. മറ്റതുപോലെ തന്നെ ഇനി ഇതുപോലെ വേറെ രണ്ടെണ്ണം ഞാനിവിടെ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ജലാശയ, സൂര്യ, ജലാശയ, പിന്നെ സൂര്യ എല്ലാം അതുപോലെ തന്നെ വരുന്നത്. അതെല്ലാം അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളാണ്. പിന്നീട് കൃഷകഃ, കൃഷിക്കാരൻ, ഫാമർ. അപ്പോൾ ഇങ്ങനെ ഇത് അകാരാന്ത പുല്ലിംഗമാണ്. ഇനി അകാരാന്ത നപുംസകലിംഗമുണ്ട്. നപുംസകലിംഗവും നമ്മൾ പ്രഥമ വിഭക്തിയും ദ്വിതീയ വിഭക്തിയും പുല്ലിംഗം പോലെ തന്നെ വരുന്നത്. ബാക്കി തൃതീയ മുതൽ എല്ലാം പുല്ലിംഗം പോലെയാണ് നപുംസകലിംഗവും വരുന്നത്. ഇപ്പോൾ അകാരാന്ത നപുംസകലിംഗത്തിൽ ജലം എന്നുള്ളൊരു ജലം. അപ്പോൾ ജലത്തിൻ്റെ എങ്ങനെ വരും? പഞ്ചമി എങ്ങനെ വരും? ജലാത്, ജലത്തിൽ നിന്ന്, ഫ്രം വാട്ടർ. ജലാത്, ജലാഭ്യാം, ജലേഭ്യഃ പുല്ലിംഗം പോലെ തന്നെയാണ്. ജലേഭ്യഃ അതായത് തൃതീയ മുതൽ പുല്ലിംഗം പോലെയാണ് നപുംസകലിംഗം. പിന്നെ അതുപോലെ ഗൃഹമുണ്ട്, പിന്നെ പുഷ്പം, ഭോജനം, ഫുഡ്, ഭോജനം ഇതൊക്കെ നപുംസകലിംഗമാണ്. ഇനി അടുത്ത ഈകാരാന്തമാണ്. ഈകാരാന്ത പുല്ലിംഗത്തിൽ നമ്മൾ അഗ്നിഹി. അഗ്നിഹി എങ്ങനെ പഠിച്ചു? ഈകാരാന്ത പുല്ലിംഗമാകുമ്പോൾ അഗ്നിഹി. അഗ്നിഹി വന്നപ്പോൾ അഗ്നേഹേ എന്നാണ് പഠിച്ചത്. അഗ്നേഹേ പഞ്ചമിയാണ്. അഗ്നേഹേ, അഗ്നിഭ്യാം, അഗ്നേഹേ, അഗ്നിഭ്യാം, അഗ്നിഭ്യഃ, അഗ്നിഭ്യഃ. ഇവിടെ നോക്കൂ, ഇവിടെ മറ്റു ജലേഭ്യഃ, ആഹാരേഭ്യഃ, അശ്വേഭ്യഃ എന്നാണ് വന്നത്. ഇവിടെ എങ്ങനെ വന്നു? ഈകാരാന്ത പുല്ലിംഗമായതുകൊണ്ട് അത് അഗ്നിഭ്യഹയായി. ഇപ്പോൾ അഗ്നേഹേ, അഗ്നിഭ്യാം, അഗ്നിഭ്യം എന്നത് വ്യത്യാസമല്ലേ. ഇനി വേറെ അതുപോലെ ഈകാരാന്ത പുല്ലിംഗത്തിൽ ഋഷിഹി വരാം. ഋഷിഹി, ഋഷേഹേ അത് തന്നെ എഴുതിയാൽ മതി നിങ്ങൾ. ഋഷിഹി പറഞ്ഞത് വീട്ടിൽ തന്നെ എഴുതുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഋഷിഹി ആകുമ്പോൾ ഋഷേഹേ, ഋഷിഭ്യ, ഋഷിഭ്യഃ. പിന്നെ അതുപോലെ ഗിരിഹി, ഗിരിഹി അതുപോലെയാണ്. ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നുള്ള അർത്ഥത്തിൽ. ഗിരിഹി, കപിഹി, കവിഹി ഇതെല്ലാം ഈകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളാണ്. പിന്നെ അപ്പോൾ ഇതെങ്ങനെ? ഗിരിഹി പറഞ്ഞാൽ ഗിരേഹേ, ഗിരിഭ്യാം, ഗിരിഭ്യഃ. കപിഹിയാമ, കപേഹേ, കപിഭ്യാം, കവിഭ്യഃ. കവിഹിയാമ, കവേഹേ, കവിഭ്യാം, കവിഭ്യഃ. ഇനി അടുത്ത നമ്മൾ നോക്കിയത് എന്താണ്? ആകാരാന്ത പുല്ലിംഗം, സ്ത്രീലിംഗമാണ്. അകാരാന്ത പുല്ലിംഗം പറഞ്ഞു. ആകാരാന്ത സ്ത്രീലിംഗം എങ്ങനെ വരും? അപ്പം ഇതിനകത്ത് വന്ന് പൃഥ്വി ശബ്ദമൊക്കെ അത് പക്ഷേ ഈ ഇകാരാന്തമാണ്. ആകാരാന്തം എങ്ങനെ? വാട്ടിക്ക, ലത. ലതാ ശബ്ദം എങ്ങനെ വന്നു? ലത എന്ന് പറയുമ്പം
ലതായാഹ, ലതായാഹ ലതയിൽ നിന്ന്, ലതാഭ്യാം, ലതാഭ്യാം, ലതാഭ്യഹയാണ്, ലതേഭ്യഹ അല്ല, ലതാഭ്യഹ. അത് ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണിത് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ആകാരാന്തത്തിൽ വാട്ടിക. വാട്ടിക എന്ന് പറഞ്ഞാൽ ഗാർഡൻ. വാട്ടിക അത് നിങ്ങൾ തന്നെ എഴുതുക. വാട്ടിക തനിച്ച് മനസ്സിലാക്കി നോക്കി എഴുതുക. വാട്ടിക. ഇതുപോലെ തന്നെ വാട്ടികായാഹ, വാട്ടികാഭ്യ, വാട്ടികാഭ്യ. പിന്നെ അജ, ശാല, അജ, അജ ഷീ ഗോട്ട്, അജ, ശാല ഒക്കെ വരുന്നത് എന്താണ്? ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. നിങ്ങൾ തന്നെ എഴുതി നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് ഈകാരാന്തമുണ്ട് അല്ലേ? ഈകാരാന്തം ഈയിൽ അവസാനിക്കുന്നത്. അത് ദീർഘമാണ്, അതുപോലെ സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ അവിടെ നോക്കിക്കോളൂ. ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദ, അത് നദീ ശബ്ദം നിങ്ങൾ ഇതിന് തന്നെ പറഞ്ഞു വന്നു. നദി എന്നുള്ളതിൻ്റെ പിന്നെ പഞ്ചമി വിഭക്തി നദി, നദ്യാഹ നദിയിൽ നിന്ന്, ഫ്രം റിവർ, നദീഭ്യാം നദീഭ്യ, നദ്യാഹ നദീഭ്യ നദീഭ്യ. അതുപോലെ ദേവി, എല്ലാം കേൾക്കുമ്പോൾ ദേവി ദീർഘം, ദേവി. അപ്പോൾ ദേവി എങ്ങനെ ഒരുപോലെ തന്നെ ദേവ്യാഹ ദേവീഭ്യാം ദേവീഭ്യ. പിന്നെ കുമാരി, കുമാരിയാഹ, കുമാരിയാഹ എങ്ങനെ എഴുതുന്നത്? കുമാരി, കുമാര്യാഹ, കുമാര്യാഹ. പിന്നെ കുമാരീഭ്യാം കുമാരീഭ്യ. പിന്നെ വന്നത് നാരി. നാരി എന്ന് പറഞ്ഞാൽ എന്താ? നാരി, സ്ത്രീ, സ്ത്രീ എന്നുള്ളത്. നാരി എന്ന് പറയുമ്പോൾ നാര്യാഹ. ഇതുപോലെ തന്നെ കുമാര്യാഹ, നാര്യാഹ, നാരീഭ്യാം നാരീഭ്യ. പിന്നെ പത്നി, വൈഫ് എന്നുള്ള അർത്ഥം. പത്നി, പത്നി വരുമ്പോൾ ഇതുപോലെ യാ അല്ല വരുന്നത്. പത്ന്യാഹ, പത്ന്യാഹ, പത്നീഭ്യാം പത്നീഭ്യ. വിദുഷി, വിദുഷ്യാഹ, വിദുഷീഭ്യാം വിദുഷീഭ്യ. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അകാരാന്ത പുല്ലിംഗം, അകാരാന്ത നപുംസകലിംഗം, ആകാരാന്ത സ്ത്രീലിംഗം, ഇകാരാന്ത പുല്ലിംഗം, ഈകാരാന്ത സ്ത്രീലിംഗമാണ് ഇതിൽ വന്നിട്ടുള്ളതെല്ലാം. അതിൻ്റെ എല്ലാം ഉദാഹരണങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. ഇനി അടുത്ത പേജ് നമ്പർ 100 തന്നെ താഴെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഉദാഹരണ അനുസാരണം അഥ രേഖാങ്കിതാനി പദാനി ആശ്രിത്യ പ്രശ്ന നിർമ്മാണം കൊടുക്കുക. ഈ പ്രശ്ന നിർമ്മാണം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ലാസ്റ്റ് വരെ ഉള്ളതും കൂടിയാണ്. അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് മാതാ ആപണാത്ത് ഗൃഹം ആഗച്ഛതി. ആപണാത്ത് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ? പഞ്ചമി വിഭക്തിയാണ് അല്ലേ? മാതാ, അമ്മ, ആപണാത്ത് ആപണത്തിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന്, ആപണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, മാർക്കറ്റിൽ നിന്ന് ഗൃഹം ആഗച്ഛതി ഗൃഹത്തിലേക്ക് പോകുന്നു. ആഗച്ഛതി വരുന്നു, പോകുന്നു അല്ല വരുന്നു. ഗച്ഛതിയാണ് പോകുന്നു, ആഗച്ഛതി വരുന്നു. അപ്പോൾ മാതാ ആപണ, അപ്പോൾ ആപണ അണ്ടർലൈൻ ആകുമ്പോൾ അത് ആൻസർ കിട്ടത്തക്ക രീതിയിൽ വരണം. അപ്പോൾ എവിടെ നിന്ന് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നുള്ളൊരു ഇപ്പം കിം ശബ്ദമുണ്ട്. കിം ആണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കിം ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ കഹ ശബ്ദമുണ്ട്. കഹ, കൗക്കെ, അത് പുല്ലിംഗമാണ്. അപ്പോൾ സ്ത്രീലിംഗമാണെങ്കിലാണ് കാ കേ കാഹ, നപുംസകലിംഗമാണെങ്കിലാണെങ്കിൽ കിം കേ കാനി, ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ പഞ്ചമി വരുന്നത് പുല്ലിംഗവും നപുംസകലിംഗം കസ്മാത്ത് കാഭ്യാം കേഭ്യ. പുല്ലിംഗവും നപുംസകലിംഗവും അങ്ങനെയാണ് വരുന്നത്. കസ്മാത്ത് കാഭ്യാം കേഭ്യ, ആരിൽ നിന്ന്. പിന്നെ അത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ആപണാത് ആപണത്തിൽ നിന്ന്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ കസ്മാത്താണ് ചേർക്കുക. എവിടെ നിന്ന്? അപ്പോൾ മാതാ കസ്മാത്ത് ഗൃഹം ആഗച്ഛതി. ഇനി വേറെ രീതിയും ചോദിക്കാം. എൻ്റെ മോളിൽ കൊടുത്തിരിക്കുന്ന എന്താ നോക്ക്, കുതഹ. കുതഹ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നെന്ന് പറയാം. അതുപോലെ എവിടെ നിന്നെന്ന് മാത്രമല്ല എന്ത് കാരണം കൊണ്ടെന്നുള്ളൊരു ഇത് വരാം. എവിടെ നിന്ന് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട്. അപ്പോൾ ആ രണ്ട് രീതിയും ചെയ്യാം. അടുത്ത നോക്കിക്കോളൂ. രാജേഷ വിദ്യാലയാത് പുസ്തകമാനേതി. രാജേഷ് വിദ്യാലയാത് വിദ്യാലയത്തിൽ നിന്ന്, അത് പഞ്ചമി. പുസ്തകമാനേതി പുസ്തകം കൊണ്ടുവരുന്നു. അപ്പം എവിടെ നിന്ന് കൊണ്ടുവരുന്നു? അതും ഇതുപോലെ തന്നെ. എന്താ? രാജേഷ കുതഹ പുസ്തകം ആനേതി, അല്ലെങ്കിൽ രാജേഷ കസ്മാത് എവിടെ നിന്ന് പുസ്തകം ആനേതി. ലാസ്റ്റ് പുട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. വികാസ മഹേഷാത് ലേഖനി സ്വീകൃതവാൻ. വികാസ് മഹേഷനിൽ നിന്ന്
ലേഖനി എഴുതാനുള്ളത് ലേഖനിയെ സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ വികാസഹ കുതഹ അല്ലെങ്കിൽ കസ്മാത്ത് 2 രീതിയിലും എഴുതാം. എന്നിട്ട് ഫുൾ സെൻറ്റൻസിലായിട്ട് മാതാ ഗൃഹാത് പുത്രം പശ്യതി, മാതാവ് ഗൃഹത്തിൽ നിന്ന് പുത്രനെ കാണുന്നു. അപ്പം മാതാ കുതഹ പുത്രം പശ്യതി അല്ലെങ്കിൽ മാതാ കസ്മാത്ത് പുസ്തകം പുത്രം പശ്യതി. ഹിമാലയാത് ഗംഗ പ്രവഹതി, ഹിമാലയത്തിൽ നിന്ന് ഗംഗ പ്രവഹിക്കുന്നു. ഹിമാലയാത്ത് എന്നുള്ളത് പഞ്ചമിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കുതഹ ഗംഗ പ്രവഹതി, എവിടെ നിന്ന് പ്രവഹിക്കുന്നു, അല്ലെങ്കിൽ കസ്മാത്ത് ഗംഗ പ്രവഹതി. ഈ രീതിയിലാണ് വരേണ്ടുന്നത്. അടുത്തൊരു ഇതാണ് അത് നിങ്ങൾ തന്നെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് തന്നെ ഒന്ന് ആലോചിച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യനാണ് 101 പേജ് നമ്പറിൽ. ഉദാഹരണാനുസാരം കഹ കസ്മാത്ത് വിദ്യാം പ്രാപ്തവാൻ ഇത് പൂർണ്ണവാക്യന ലിഖത. കഹ കസ്മാത് ആരിൽ നിന്ന് വിദ്യയെ നേടി എന്നത് എഴുതണം. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ശുക്രാചാര്യയാണ് ശിഷ്യ, ആചാര്യൻ ഗുരു മഹാദേവ. അപ്പോൾ അത് ചേർത്ത് എഴുതുന്നത് എങ്ങനെ? ശുക്രാചാര്യ ആരിൽ നിന്ന്? പിന്നെ മഹാദേവനല്ലേ, മഹാദേവൻ ശിവൻ, മഹാദേവനിൽ നിന്നുള്ള പഞ്ചമി വരും. മഹാദേവാത്ത് വിദ്യാം പ്രാപ്തവാൻ, വിദ്യ നേടി. അപ്പോൾ ശുക്രാചാര്യൻ മഹാദേവനിൽ നിന്ന് വിദ്യ നേടി. അതുപോലെ അടുത്ത വേണം. പത്മപാദ ശിഷ്യ ആചാര്യ ശങ്കരാചാര്യ. അപ്പോൾ പത്മപാദ ശങ്കരാചാര്യാത്ത് വിദ്യാം പ്രാപ്തവാൻ. ബാക്കി എഴുതുന്നില്ല, അതൊന്നും ശങ്കരാചാര്യാത്തെന്നൊക്കെ എഴുതാൻ അറിയാമല്ലോ. അടുത്തത് വിവേകാനന്ദൻ ആരിൽ നിന്ന് നേടി? രാമകൃഷ്ണ. അപ്പോൾ വിവേകാനന്ദ രാമകൃഷ്ണാത്ത് വിദ്യാം പ്രാപ്തവാൻ. അത്ത രാമ വസിഷ്ഠയാണ്, ശ്രീരാമ. രാമ വസിഷ്ഠാത്ത് വിദ്യാം പ്രാപ്തവാൻ. അടുത്ത ഭീഷ്മ ആരിൽ നിന്ന്? പരശുരാമ. അപ്പം ഭീഷ്മ പരശുരാമാത്ത് വിദ്യാം പ്രാപ്തവാൻ. വിദ്യാം എന്നുള്ളത് വിദ്യയെ എന്താണ് അവിടെ? ദ്വിതീയ വിഭക്തിയാണ്. ചന്ദ്രഗുപ്ത ചാണക്യാത്ത് വിദ്യാം പ്രാപ്തവാൻ. അർജുന ദ്രോണാചാര്യാത്ത് വിദ്യാം പ്രാപ്തവാൻ. എങ്ങനെയാണ്? അടുത്ത് നോക്കിക്കോളൂ. അഥ പ്രദത്താനി വാക്യാനി പഠിത്വ മാതൃഭാഷ ഏതെങ്കിലും ഭാഷയിൽ അനുവാദം കുറുവന്നു. അനുവാദം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ചെയ്യൂ. രാധ നഗരാത് ആഗച്ഛതി. രാധ നഗരത്തിൽ നിന്ന് ആഗച്ഛതി വരുന്നു. രാധ നഗരത്തിൽ നിന്ന് വരുന്നു. വിനയ വൃക്ഷാത്ത് പുഷ്പാണി ചിനോതി. വിനയൻ ഒരു പേരാണ്. വൃക്ഷത്തിൽ നിന്ന് പുഷ്പാണി ചിനോതി, പുഷ്പങ്ങൾ പറിക്കുന്നു. വിനയൻ വൃക്ഷത്തിൽ നിന്ന് പുഷ്പങ്ങൾ പറിക്കുന്നു. സന്ദീപ കാര്യാലയാത് ഗൃഹം ഗതവാൻ. സന്ദീപൻ ഒരു പേര്. കാര്യാലയം എന്നത് ഓഫീസ്. കാര്യാലയത്തിൽ നിന്ന് ഗൃഹത്തിലേക്ക് പോയി. ഗതവാൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. പോയി. സ്ത്രീലിംഗമായിരുന്നെങ്കിൽ ഗതവതിയായാണ്. അടുത്തത് ഭഗിനി ദൂരാത് വാഹനം പശ്യതി. ഭഗിനി സിസ്റ്റർ, സഹോദരി. ദൂരത്ത് നിന്ന് വാഹനം പശ്യതി, വാഹനത്തെ കാണുന്നു. വാഹനം അതും ദ്വിതീയ വാഹനം. മഹേഷ ശാലായാഹ ഗൃഹം ആഗതവാൻ. ഇവിടെ ശാലായാഹ എന്നുള്ളത് പഞ്ചമി, ശാല എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗ ശബ്ദമാണ്. ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. മഹേഷ് ശാലായാഹ, ശാല എന്ന് പറഞ്ഞാൽ പാഠശാല എന്നുള്ള അർത്ഥം, സ്കൂൾ. പാഠശാലയിൽ നിന്ന് ഗൃഹത്തിലേക്ക്, അത് ദ്വിതീയ, ഗൃഹത്തിലേക്ക് ആഗതവാൻ വന്നു. ആഗതവാൻ സ്ത്രീലിംഗമായിരുന്നെങ്കിൽ ആഗതവതി. ബാലഹ കപാട്ടികായാഹ ധനം സ്വീകരോതി. ബാലൻ കപാട്ടിക എന്ന് പറഞ്ഞാൽ വാതിൽ. കപാട്ടികായാഹ വാതിക്കലിൽ നിന്ന്, ഫ്രം ദ ഡോർ. ബാലഹ കപാട്ടികായാഹ ധനം കപാടികയിൽ നിന്ന് ധനം സ്വീകരിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ്. അപ്പം അടുത്തത് അത്ര ഇതം അവധേയം തസ്മാദ് വാ ഏതസ്മാദ് ആത്മനഃ ആകാശഃ സംഭൂതഃ. ആത്മനഃ ആകാശഃ സംഭൂതഃ. ആത്മനഃ ഏത് വിഭക്തിയാണ്? പഞ്ചമിയാണ് അല്ലേ? ആത്മനഃ ആകാശം സംഭൂതഃ ഉണ്ടായി. അപ്പം പിന്നെ ആത്മാവിൽ നിന്ന്
ആകാശമുണ്ടായി. ആകാശാത് വായു, ഇത് പഠിച്ചതാണ്. ആകാശത്തിൽ നിന്ന് വായുഹു, വായോഹോ അഗ്നി, വായോഹോ അഗ്നി, വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി. വായു എന്ന് പറഞ്ഞാൽ ഉകാരാന്തമാണ്. അത് ഇവിടെ പറഞ്ഞിട്ടില്ല, ഇതിൽ വരാത്തതുകൊണ്ട് ഇനി കാലക്രമേണ പഠിക്കാം നമുക്ക്. അഗ്നേഹേ ആപഹ, അഗ്നിഹി, അഗ്നിയുടെ പഞ്ചമിയാണ് അഗ്നേഹേ, ആപഹ ജലം. അഭ്യഹ പൃഥ്വി, അഭ്യഹ എന്താണ്? ആപഹ എന്നുള്ളത് വാട്ടർ എന്നുള്ളതാണ്. അതിൻ്റെ തൃതീയ ബഹുവചനമാണ് അഭ്യഹി. അവിടെ അഭ്യഹയാണ് വന്നിരിക്കുന്നത്. അഭ്യഹ എന്ന് പറയുമ്പോൾ പഞ്ചമി ബഹുവചനം അഭ്യഹ. ആപഹ ശബ്ദം എപ്പോഴും കൂടുതലും ബഹുവചനമാണ് വരുന്നത്. അഭ്യഹ, വെള്ളത്തിൽ നിന്ന്, ജലത്തിൽ നിന്ന്, പൃഥ്വി ഉണ്ടായി. പൃഥ്വിയിൽ നിന്ന് ഔഷധയ, പൃഥ്വിയെ പഠിച്ചതില്ലേ, പൃഥ്വിയ എന്നുള്ളതിൻ്റെ പഞ്ചമിയാണ്. പൃഥ്വിയാഹ ഔഷധയ, ഔഷധങ്ങൾ, മെഡിസിൻസ്. ഓഷധിഭ്യോ, ഓഷധികളിൽ നിന്ന് അന്നം ഉണ്ടായി. മനസ്സിലായില്ലേ? അന്നാത്ത് പുരുഷ, അന്നത്തിൽ നിന്നും പുരുഷൻ, മനുഷ്യനുണ്ടായി. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ എന്താ ബ്രഹ്മണഃ, ആകാശ, അങ്ങനെ ഓരോന്ന് പറഞ്ഞില്ലേ, ഓരോന്നിൽ നിന്ന് ഓരോന്ന് ഉൽപ്പത്തിക്രമം. ഇത് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉപനിഷത്തുകളിൽ തൈത്തിരീയ ഉപനിഷത്തിൽ നിന്നാണ് ഈ ഭാഗം എടുത്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഈ നവമഹാപാഠ ഇന്ന് അവസാനിച്ചു. ഇനി അടുത്ത ദിവസം മുതൽ എടുക്കുന്നതാണ് ദശമഹാപാഠയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.